ഞാൻ പിന്നെ എന്നെ പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര, ഒരു മറക്കാനാവാത്ത യാത്ര എന്ന് പറയുന്നത് എൻ്റെ സിംഗപ്പൂർ യാത്രയാണ്. അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPIM-ന്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ വെക്കും. ഞാൻ പിന്നെ എന്നെ പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാമല്ലോ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അത് അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം വന്നാൽ, ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ പല മാധ്യമങ്ങളെയും അപ്പം തന്നെ വിളിക്കും. എന്താ നിങ്ങളങ്ങനെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത് ശരിയാണോ എന്നൊക്കെ പറയും. ഇന്ന് വരെ ഒരാളെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. എന്ത് വാർത്ത വന്നാലും അതവിടെ നിന്നോട്ടെ എന്നുള്ളതാണ്. അങ്ങനെയൊരു പ്രകൃതമാണ് ഞാൻ സ്വീകരിച്ചു വരാറുള്ളത്. അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്താണ്? അത് ഒരു ദിവസത്തെ യാത്രയാണോ, അതോ ഒരുമിച്ചിരുന്ന് തീൻമേശയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഏറ്റവും പ്രധാനം തീൻമേശയിലെ ഭക്ഷണമാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആരൊക്കെയുണ്ടോ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരും ഒന്നിച്ചാണ് ഇരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയാണ് എപ്പോഴും സ്വീകരിക്കാറ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല സമയം. എപ്പോഴും ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഉള്ള അഭിപ്രായക്കാരനായി. അപ്പൊ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇപ്പൊ പാടുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പാടാം അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. സാറിന്റെ പിന്നെ മക്കളോ പേരക്കുട്ടിയോ അങ്ങയോട് പറയുന്നൊരു സൂപ്പർ ഹീറോ കഥകളൊക്കെ ഉണ്ടോ? അങ്ങനെ ഒന്ന് പറയാറുണ്ടോ? ചെറിയ കുട്ടിയായിരിക്കുമ്പം പേരക്കുട്ടിക്ക് വലിയ ഹീറോകളെ പറ്റി വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ പറ്റി പറയുന്നത്. അങ്ങോട്ട് വന്ന് സംസാരിക്കും. അതെ. ഈ ഒഴിവുവേളകളില്ല അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുകയാണ്, വീണ് കിട്ടിയ ഒഴിവുവേളകളിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അല്ല, ഒഴിവുവേള ഉണ്ടെങ്കിൽ വായന നല്ല ഇഷ്ടമാണ്. പിന്നെ ചില ഘട്ടത്തിൽ പിന്നെ ടി വിയിൽ ഇപ്പോൾ സിനിമയൊക്കെ വരുന്നുണ്ടല്ലോ, ചില ഘട്ടത്തിൽ അത് കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാറുണ്ട്? അങ്ങനത്തെ മറക്കാനാവാത്ത യാത്രകളുണ്ടോ? യാത്ര എനിക്കിഷ്ടമാണ്, യാത്ര ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര, ഒരു മറക്കാനാവാത്ത യാത്ര എന്ന് പറയുന്നത് എൻ്റെ സിംഗപ്പൂർ യാത്രയാണ്. ഞാനും വൈഫും മകളും എല്ലാം കൂടി പിന്നെ ഒരു യാത്ര നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ്, നമ്മുടെ വൈദ്യുതി മന്ത്രി സ്ഥാനം പോയപ്പോഴാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്തുള്ള യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഉണ്ട്. അതെ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇവിടത്തേക്ക് പോകുന്നത്. ഭയങ്കര കഥ അതിനെ പറ്റി. ഞാൻ യാത്ര പോകേണ്ട താമസം എന്തോ ആരും ഇതേവരെ യാത്ര ചെയ്യാത്ത പോലെ ഭയങ്കരമായ വാർത്തകൾ വന്നു. പക്ഷേ അത് നല്ല ആസ്വദിച്ച യാത്രയായിരുന്നു. ഈ വാർത്ത വന്നു എന്നുള്ളത് കൊണ്ട് വല്ലാതെ വിഷമമൊന്നും എനിക്ക് അന്നുമില്ല, ഇപ്പോഴും ഇല്ല. അതാണ് അതിൻ്റെ രീതി. ആ യാത്ര നല്ല യാത്രയായിരുന്നു.